ആ രാത്രി തന്നെ ഫയറിൻ്റെ കാൽപ്പാടുകൾ മാഞ്ഞുപോയി. ഞാനും ഫെദറും അന്നേ തൊട്ട് സ്ട്രെച്ചിലായിരുന്നു. നമ്മൾ തിന്നുന്നത് മൊത്തം വൾച്ചറിന് പോലെ വേണ്ടാത്തതായിരുന്നു. ശരിക്കും ഫെദറാ ഭയങ്കര അറിയാറ് നമുക്ക് രണ്ടുപേർക്ക് ഫുഡ് കണ്ടുപിടിക്കാനായിട്ട്. താങ്ക് യു നത്തിങ്, എനിക്ക് വിശക്കുമായിരുന്നു. സോറി ദാ നീ എടുത്തോ. ആർ യു ഷുവർ? പിന്നല്ല, നിനക്കല്ലേ എൻ്റെ ആയിട്ട് കൂടുതൽ ആവശ്യം. സ്ട്രെച്ചിൽ തന്നെ ഇരിക്കുന്ന ഒരു കഷ്ടപ്പാടാ, പക്ഷെ ഒരാളെ നോക്കുന്നത് എനിക്കറിയില്ല ഇതിന് എത്ര പോകുമെന്ന്. ഞാനിപ്പോഴും അവറിനെ പറ്റി ചിന്തിക്കാറുണ്ട്. എനിക്കിപ്പോഴും സംശയമുണ്ട് അവൾ പ്രൈഡിലാണോന്ന്. ഞാനവളെ കാണുവാണെങ്കിൽ അവൾ അവളുടെ ജീവിതകാലം മൊത്തം സ്ട്രെച്ചിലായിരുന്നു. എനിക്ക് ഒരിക്കലും മനസ്സിലായില്ല അവൾക്ക് എത്ര ശക്തിയുള്ളായിരുന്നു. നീ തിണീറ്റിരിക്കുന്നേ? എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. നീ മറ്റേ കഥ പറഞ്ഞു തരാവോ? ആശ്രയുടെ ഷാപ്റ്റൻ പറയുന്നതിൻ്റെ കൂട്ട്. ഞാൻ നോക്കാം. ഷാപ്റ്റൻ പറയുന്നതിൻ്റെ അത്ര എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും ഞാൻ നോക്കാം. ലോകം പുതിയതായിരുന്നപ്പോൾ ആശ്ര മറ്റുള്ള ദൈവങ്ങളിൽ നിന്ന് ഓടിപ്പോയി. അവൾ ലോകത്തിലെ സിംഹങ്ങളുടെ കൂടെയായിരുന്നു ഒളിച്ചിരുന്നത്. ആശ്രയുടെ ചേച്ചിമാർ സൺസും ക്യാൻസും അവളെ തേടി നടക്കുകയായിരുന്നു. ക്യാൻസുവിന് പറ്റുന്നത്ര അവൾ ഭൂമിയിൽ അവളെ നോക്കി. സൺസ് അവളുടെ തീ പോലെയുള്ള പ്രകാശം കണ്ണുകൾ കൊണ്ട് സവാന മൊത്തം ഒറ്റടിക്കടിച്ചു. തീർച്ചയായിട്ടും സൺ തന്നെയാണ് അവളെ കണ്ടുപിടിച്ചത് ആദ്യം. സൺസിന് ഭയങ്കര ദേഷ്യമായിരുന്നു. ആശ്ര ഇറങ്ങിപ്പോകാനുള്ള കാര്യം അറിഞ്ഞപ്പോൾ അവളൊരു ഭൂമിയിലെ സിംഹവുമായിട്ട് പ്രേമത്തിലായിരുന്നു. അവളുടെ ദേഷ്യം കൊണ്ട് സൺസ് ഒരു മിന്നലടിപ്പിച്ചു അവനെ കൊല്ലാനായിട്ട്. എന്തായാലും സൺസിൻ്റെ ആക്ഷൻസ് വളരെ വലിയ പ്രശ്നങ്ങളായി മാറി. ആസ്രയ്ക്ക് പിന്നെയും അവളുടെ പ്രേമത്തിനെ കൊന്ന പ്രകാശത്തിന് നോക്കാൻ പറ്റിയില്ല. അതിൻ്റെ ശക്തി കാരണം അവളുടെ കണ്ണുകൾ അടിച്ചുപോയി. ക്യാൻസു സൺസ് ചെയ്ത കാര്യം അറിഞ്ഞപ്പോൾ അവൾ പ്രാകോപിതനായി. സൺസ് ചെയ്തത് അവൾ അറിഞ്ഞപ്പോൾ അവൾ അവളെ പ്രായശ്ചിത്തം ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ചു. സൺസ് തപസ്സായി തൻ്റെ ആത്മാവിൻ്റെ ഒരു വെള്ളി ആശ്രയ്ക്ക് നൽകി. ഇതുകൊണ്ട് ആശ്ര പുതിയ കണ്ണുകൾ, വെളിച്ചത്തിൻ്റെ പുതിയ കണ്ണുകൾ കൊണ്ട് അവൾ വളർന്നു. അവൾക്ക് ഇപ്പോഴും കണ്ണു കാണത്തില്ല, പക്ഷേ ഈ കണ്ണുകൾ കൊണ്ട് അവൾക്ക് ഭൂമിയിലെല്ലാം മരിച്ചുപോയ ആത്മാവളെയും കാണാൻ പറ്റി. നമുക്കിപ്പം ആശ്രയുടെ അന്ധനായ വെളുത്ത കണ്ണുകൾ ഇപ്പം നമ്മുടെ മണ്ടയ്ക്കായിട്ടുള്ള മൂന്നിനെ കാണാൻ പറ്റും. അവൾ പിന്നെ കാണാതെ പോയ ആത്മാവിനെ എല്ലാം അവളുടെ കൂടെ സ്റ്റാർസ് ജീവിപ്പിക്കല്ലേ. ഞാനവിടെ എത്താൻ പോതേ ഉള്ളായിരുന്നു. ഭൂമിയിൽ അലഞ്ഞിരിക്കുന്ന തൻ്റെ പ്രണയ ആത്മാവിനെ ആശ്ര കണ്ടെത്തി. അവനോടൊപ്പം എന്നേക്കും ജീവിക്കാൻ അവനെ രാത്രി ആകാശത്തേക്ക് കൊണ്ടുവന്നു. അവനിഷ്ടമുള്ള ആൾക്കാരും മരിച്ചപ്പോൾ അവൾ അവരെയും കൊണ്ടുവന്നു. പിന്നെ അവർക്കിഷ്ടമുള്ളവർ പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങ് പോയി. നീ ഭൂമിയിലെ എല്ലാ ആത്മാവുകളും അവളാ കൊണ്ടുവന്നേ. അപ്പൊ ഷാപ്റ്റങ്ങും അവിടെ ഉണ്ടോ? ആശ്ര നമ്മുടെ വിളി കേട്ടെങ്കിൽ യെസ്. എന്റെ അച്ഛനും ഇപ്പൊ മരിച്ചല്ലേ, എന്റെ അനിയത്തിമാരും അല്ലേ. പൊട്ടനല്ല നത്തിങ്. അത് കണ്ട മാത്രം നീ എന്നെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോയേ. ഒരു നോമനപ്പനെ കൊന്നു, അവർക്ക് എന്നെ കൊല്ലണ അതല്ലേ. സോറി, എനിക്ക് നിന്നോട് പറയണായിരുന്നു. സോറി പറയല് നീയല്ല പറയണ്ടേ. ഏത് നോമന ചെയ്തേ? അത് അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. പ്ലീസ്, എനിക്കറിയണം. പ്രൗഡ്. നീ ഓക്കെ ആണോ? നോ, ഇതെല്ലാം തെറ്റാണ്. എനിക്ക് ഇഷ്ടമല്ല പ്രൈഡ് ലോ. എന്റെ കുടുംബം ഒരു ജീവിച്ചിരിക്കണ്ടായിരുന്നു. നമ്മൾ ആരും ഇറക്കണ്ടായിരുന്നു. എനിക്കറിയാം
അങ്ങനല്ല, പക്ഷെ അങ്ങനെ ജീവിതം. അതങ്ങനെ ആവണ്ട. ഞാൻ വലുതാകുമ്പോ എല്ലാം ശരിയാക്കും, എല്ലാം. നമ്മൾ ആരും ഒരിക്കലും പേടിക്കത്തില്ല, വിശക്കത്തില്ല. എന്നാ നമുക്ക് ഉറങ്ങാം, ലോകം രക്ഷിക്കുന്നതിന്റെ മുമ്പ്. എങ്ങനെയുണ്ട്? ഓക്കെ. I love you. നീ ഒരു പ്രോമിസാ പൊട്ടിച്ചേ. അവ എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഞാൻ എന്റെ ജീവിതം കളഞ്ഞേ നിനക്ക് വേണ്ടി. ഓർമ്മകൾ നോവും, പക്ഷെ എല്ലാം നിന്റെയാണ്. എന്നെ വെറുതെ വിട്. നീ ഓർക്കണം എല്ലാം. Nothing. അവിടെ ആരോ ഉണ്ട്. ഇല്ല. അവര് എന്തുവാ ഗുണോണാന്ന് പറയുന്നു? ഞാൻ വിചാരിച്ചു നീ വേറൊരാളായിരുന്നു. സോറി. നമ്മളെല്ലാരും ഒരാളെ തപ്പുക. അമ്മയും മോനും കാണാതെ പോയതാണോ ഹണി? ഞാൻ അവളുടെ കൊച്ചല്ല, എന്റെ അമ്മ പ്രൈഡിലാണ്. ഓ, പ്രൈഡ് ബോൺസ്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് വെള്ളം വേണം ഞാൻ വിശ്വസിക്കുന്നു. കൊറേ ദിവസമായി വെള്ളം കണ്ടിട്ട്. എവിടെയെങ്കിലും അടുത്തുള്ള സ്ഥലം അറിയാവോ? എന്നല്ല, ഏത് പ്രൈഡ്രസിനോട് ചോദിച്ചാലും നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ തൊട്ട് സ്റ്റോൺ ലാൻഡ്സ് വരെ എല്ലാം ഡ്രോപ്ലെറ്റ് വെള്ളം. സ്റ്റോൺ ലാൻഡ്സ് എവിടെയാ? എക്സാക്ട്ലി. എന്നെ ഫോളോ ചെയ്യും. എന്ത് അമേസിംഗ് ആയി വാട്ടർ. ഹേയ് പ്രൈഡ് ലൈനേഴ്സ്, ഞാൻ നിന്നോട് മിണ്ടിക്കോട്ടെ? ഞാനിപ്പോ വരാം. താങ്ക് യു സോ മച്ച്, ഇത് വളരെ വലിയ സഹായമായിരുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ആഹാ, നല്ല സ്കാർസ്. എങ്ങനെ നീ കിട്ടിയേ? നല്ല രസമുണ്ട്. താങ്ക് യു. നല്ലതാവേണ്ട കാര്യമില്ല, എനിക്കറിയാൻ കൊള്ളത്തില്ല എന്ന്. ചിലപ്പോൾ ഒരു പ്രൈഡ് ലൈനേഴ്സ്, പക്ഷെ നമ്മളിത് വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്കാർസ്. എനിക്കെന്റെ ഒരു തുള്ളി പോലും ഇഷ്ടമല്ലായിരുന്നു. സ്കാർസ് എന്ന് വെച്ചാൽ നീ എന്തോ കഷ്ടപ്പാടിലൂടെ പണ്ട് പോയി, അത് അതിജീവിച്ചു, പിന്നെയും വന്നു. ഇവിടൊക്കെ ഞങ്ങളത് വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാനൊരിക്കലും അത് അങ്ങനെ ചിന്തിച്ചിട്ടില്ല. Well, I hope you think about it that way from now on. പക്ഷേ അതിനല്ല ഞാൻ ഇവിടെ നിന്ന് വിളിച്ചോണ്ട് വന്നത്. പിന്നെന്തുവാ? നീ ആ കൊച്ചിനെ കളയണം. എന്തോന്നിന്? ഞാൻ നിന്നെ പഠിപ്പോ ഇവിടെ എങ്ങനെ സർവൈവ് ചെയ്യണ്ട. എനിക്കൊരു സ്ട്രോങ് സ്പിരിറ്റ് ഉണ്ട്, അത് മാത്രം മതി ഇവിടെ ജീവിക്കാൻ. ആ കൊച്ച്, he won't make it. അവൻ നിന്നെ താഴ്ത്തിക്കൊണ്ട് പോകും. ഫെദറോ, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. ഉണ്ട്. ആര് കായന് കാണാൻ പറ്റുമോ? അവരൊരു മുട്ടയുടെ കൂട്ടിരിക്കുന്നത്, പക്ഷെ നീ എല്ലും തൊലിയും മാത്രം. മറ്റുള്ളവരെ ആദ്യം വെക്കാനാ പ്രൈഡ്സിൽ പഠിച്ചേ. നീ ഇപ്പൊ ഒരു പ്രൈഡിലല്ല ഹണി. ഏത് പ്രൈഡ്ലെസ് ലൈനസ് എഴുതുന്നെങ്കിൽ ആ സാധനത്തെ എപ്പോഴേ വിട്ടു കളഞ്ഞായിരുന്നു. നിന്റെ പോലെയല്ല. എനിക്കറിയാം അവൻ എന്റെ അല്ല. എനിക്ക് ആ സാധനത്തിന് ഇഷ്ടമാണ്.
അതോ നിന്റെ പ്രൈഡിലെ വല്ല ലെഫ്റ്റ് ഓവർ റെസ്പോൺസിബിലിറ്റി ആണോ നത്തിങ്? കാരണം അത് ഇവിടെ നടക്കത്തില്ല. ഞാൻ നോക്ക്, ഞാൻ നിന്റെ കൂടെ ട്രാവൽ ചെയ്യാം. ഞാൻ ഇവിടുത്തെ സീക്രട്സും എല്ലാം ട്രിക്സും ഞാൻ കാണിച്ചല്ല സ്ട്രെച്ചിലെ ജീവിച്ചിരിക്കാൻ. പക്ഷെ ഞാൻ ആ കൊച്ചിനെ എടുക്കത്തില്ല. സോ മേക്ക് അപ്പ് യുവർ മൈൻഡ്. നത്തിങ്. എന്തോ പറ്റി? പ്രശ്നമുണ്ടോ? ഞാൻ നമ്മുടെ പ്രൈഡ് ഫ്രണ്ടിനോട് ഗുഡ് ബൈ പറയുമായിരുന്നു. അവള് പോവാൻ പോവാ. ചോയ്സ്. ഇവനിവിടെ തന്നെ കിടന്ന് ചാവുന്നതായിട്ട് ഭേദം ഞാൻ അവൻ്റെ കൂടി ചാവുന്നത്. That's it. Nice. അതെ, നിങ്ങള് ഷിഫ്റ്റിംഗ് പ്ലേസ് കേട്ടിട്ടുണ്ടോ? ഒരിക്കൽ. എന്തോ അത്? ഡ്രൈ സീസണിലും വരെ ഗ്രീൻ ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം. റിവർ എപ്പോഴും കോൾഡും ക്ലിയർ. മരങ്ങളുടെ വലിപ്പം കാണാൻ എനിക്ക് തോന്നും അത് സൂര്യനെ തൊടുവാന്ന്. പിന്നെ അതിന്റെ നടുക്ക് ഒരു മുട്ടൻ വാട്ടർഫോൾ. ലോകത്തിലെ ഏറ്റവും നീണ്ടിക്കുന്ന സാധനമായിരിക്കും. ഓ, ഇവിടെ നമ്മൾ പോകണ്ടേ നത്തിങ്? എവിടെയാ അത്? വെൽ, അതാണ് കാര്യം. അത് ഷിഫ്റ്റ് ചെയ്യും. ഒരു ദിവസം ഇവിടെ, ഒരു ദിവസം അവിടെ. അതാണ് കാര്യം. Hey, that neat. Yeah, super neat. സഹായത്തിന് താങ്ക് യു. ഞാൻ പേര് ചോദിച്ചില്ല. ഞങ്ങൾ നിന്നെ എന്ത് വിളിക്കണ്ടേ? എന്നെ റെയിന്ന് വിളിച്ചാൽ മതി സ്വീറ്റി. എന്നാ ഞാൻ പോവാ. ജേർണി ഒരിക്കലും തീർത്തില്ല. നിങ്ങളെ പരിചയപ്പെട്ട നല്ലതായിരുന്നു. ബൈ റേൻ. അവള് നല്ലതായിരുന്നു. ഫെദർ, നീ ഹണ്ട് ചെയ്യാൻ പഠിക്കണം. പക്ഷെ ഹണ്ട് ചെയ്യുന്നൊരു ലയനസിന്റെ ജോബാ. പ്രൈഡിൽ അങ്ങനെ ആയിരിക്കും, പക്ഷെ നമ്മളിപ്പോ തന്നെയാണ്. എനിക്ക് തന്നെ ചെയ്യാൻ പറ്റത്തില്ല ഫെദർ. എനിക്ക് നിന്റെ സഹായം വേണം. ക്യാൻ ഐ കൗണ്ട് ഓൺ യു? പിന്നല്ല, തീർച്ചയായിട്ടും. ആ സീബ്രകളൊക്കെ പേടിച്ചു പോവും. ഫെദർ, ആ, ഐ ലവ് യു. എനിക്കതറിയാവോ? I love you too, nothing.